ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ക്യാരറ്റ്. എന്താ ക്യാരറ്റിന് ഇത്ര പ്രത്യേകത എന്നല്ലേ? ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ പറയുമ്പോഴേ എൻ്റെ രോഗികളോട് പറയുമ്പോൾ നമ്മൾ കൂടുതലും വാദരോഗികളെയാണല്ലോ ചികിത്സിക്കുന്നത്. അപ്പോൾ വാദസംബന്ധമായിട്ട് വാദമാണല്ലോ എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം. അപ്പോൾ ഈ വാദം കൂടുതലായിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ഉപേക്ഷിക്കാനായിട്ട് പറയാറുണ്ട്. അതുപോലെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാദത്തിനെ വർദ്ധിപ്പിക്കും. പക്ഷെ അതിനൊരു എക്സംഷൻ പറയാറുണ്ട്, ക്യാരറ്റ്. അതാണ് ഇന്നത്തെ വിഷയം. എന്താ അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നിങ്ങൾ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കേണ്ട ഒരു സംഗതിയാണ്. അത് എന്തുകൊണ്ടാന്ന് പറയാം. പിന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി, ഒരു ജ്യൂസ് തയ്യാറാക്കുന്ന അതിന്റെ കോമ്പിനേഷൻ പറയുന്നുണ്ട്, അതിന്റെ റെസിപ്പി ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ക്യാരറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ തന്നെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത്തരം കളറുള്ള എല്ലാ സംഗതികളും സ്കിന്നിന് പൊതുവെ നല്ലതാണെന്നൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ. അത് വളരെ ശരിയാ. അത് എന്തുകൊണ്ടാണെന്ന് വിശദമായിട്ട് പറയാം. അതായത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്, പിന്നെ ധാരാളം മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ബീറ്റാ കരോട്ടീൻ അടങ്ങിയിരിക്കുന്നു, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ പോരെ? ഇതുകൊണ്ടൊക്കെയാണ് ഇത് വ്യത്യസ്തനായിട്ടിരിക്കുന്നതേ. പിന്നെ ഇത് വാദത്തെ വർദ്ധിപ്പിക്കുന്നില്ല, ഗ്യാസ് ട്രബിൾ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ബീറ്റാ കരോട്ടിൻ. ഈ ബീറ്റാ കരോട്ടിൻ ആണ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ആ വൈറ്റമിൻ എയുടെ പ്രൊഡക്ഷനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സൗന്ദര്യം അളക്കുന്നത് സ്കിന്ന്, പല്ല്, കണ്ണ്, ഹെയർ ഗ്രോത്ത് ഇതൊക്കെ വെച്ചിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരുടെ ഒരു മരുന്നാണ്. കുടുംബത്തുള്ള ഒന്നാം തരം സംഗതിയാണ് ക്യാരറ്റ്. നിങ്ങളുടെ അടുക്കളകളിൽ നിത്യേന ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഡെയിലി ഇത് ഓരോ ജ്യൂസ് അങ്ങോട്ട് അടിച്ച് കഴിക്കാൻ മതി. അപ്പൊ അതിന്റെ പ്രയോജനങ്ങൾ പറയാം. ചിലർക്ക് പക്ഷെ ഇത് ഇഷ്ടമല്ല. ഒരു മൺവാസന അല്ലെ? അതൊരു തമിഴ് സിനിമയുടെ പേരാ, മൺവാസന. കണ്ടിട്ടുണ്ടാവില്ലേ ചിലർ? ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മണ്ണിന്റെ സ്മെല്ല് കിട്ടില്ലേ, അല്ലെങ്കിൽ മണ്ണിന്റെ രുചി ഉണ്ടാവാറില്ലേ? അതെങ്ങനെ കളയാന്ന് ഇന്നത്തെ ജ്യൂസ് റെസിപ്പിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണട്ടോ, നല്ലത് മനസ്സിലാവുള്ളൂ. മറന്നുപോകാതെ ഞാൻ പറയാം. ഓക്കെ, വിട്ടുപോയാൽ ലാസ്റ്റ് ആഡ് ചെയ്യാം പോരെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഞാനീ പറയുമ്പോൾ എന്തുകൊണ്ടാ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാദത്തെ വർദ്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ക്യാരറ്റ് എക്സെപ്ഷൻ പറയുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി ഗുണങ്ങളാണ്. ആന്റി ഏജിങ് എന്ന് വിളിക്കാം. സ്കിന്നിന് വളരെ നല്ല സംഗതിയാണ്. അതായത് സ്കിന്നിലെ ചുളിവ് വരുന്നത്, ആ സ്കിന്നിന്റെ ഒരു എക്സ്റ്റേണൽ കോട്ടിങ് നിലനിർത്തുന്നതിന്, UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, ചുളിവ് വരില്ല, മനസ്സിലായില്ലേ? ആ ഡിസ്കളറേഷൻ വരില്ല. ആ ഹെൽത്തി സ്കിന്നിന്റെ, ആ ഗ്ലോയിങ് സ്കിന്നിന്റെ ആ ക്വാളിറ്റി അങ്ങനെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ഇത്തരം സംഗതികൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. അതാണ് ഇതിന്റെ ഒരു സംഗതി. ഓക്കെ, അപ്പോൾ ആന്റി ഏജിങ് എന്ന് വിളിക്കാം. തൊക്ക് ചുളിയില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചൂടെ അല്ലേ? ഓക്കെ, പിന്നെ ഇതിന് ബോൺ ഹെൽത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ബോൺ ഹെൽത്ത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ്, മനസ്സിലായി? എന്നാൽ അതൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. ധൈര്യമായിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. 0 സൈഡ് എഫക്റ്റ് ആണെന്ന് കാലം തെളിയിച്ചിട്ടുള്ളതാണ്, പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓക്കെ, പിന്നെ ഇതിന് ഇനിയും ഒട്ടനവധി ഗുണങ്ങൾ കേട്ടോ. അപ്പൊ ഈ ബോൺ ഹെൽത്തിനെ സഹായിക്കുന്ന സംഗതികളെല്ലാം തന്നെ നമുക്ക് എല്ല് തേയ്മാനം, അപ്പൊ അതുവഴി ഉണ്ടാകുന്ന നീർക്കെട്ട് അതൊക്കെ തടയുന്നതിന് സഹായിക്കും. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന സന്ധിവേദനകൾ, ആർത്രൈറ്റിസ്, രക്തവാദം ഇത്തരം സംഗതികളൊക്കെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതൊക്കെ തടയുന്നതിന് സഹായിക്കും. പിന്നെ ബോൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ പല്ലിനും മുടിക്കും ഗുണാവുന്നത്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലിന്റെ അസ്ഥിധാതുവിന്റെ ഉപധാതുക്കളാണ് ഈ പല്ലും നഖവും അതുപോലെ മുടിയും ഒക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബോൺ ഹെൽത്തിന് നല്ല സംഗതികളാണെങ്കിൽ തീർച്ചയായിട്ടും പല്ലിനും നന്നായിരിക്കും, മുടിവേരുകൾക്ക് നന്നായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്. ആ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുടിവേരുകൾക്ക് ഇടയിലുള്ള രക്തക്കുഴലുകളിലേക്കുള്ള പമ്പിങ് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഹെയർ ഗ്രോത്ത് കൂടുതൽ ഉണ്ടാവും. ഹെയർ റൂട്ടിന് വേണ്ട നറിഷ്മെന്റ് ധാരാളമായിട്ട് കിട്ടും. അപ്പൊ മുടി കൊഴിഞ്ഞു പോകാതിരുന്ന് നന്നായിട്ട് വളരുന്നതിന്, നല്ല കറുത്ത മുടി ഇടതൂർന്ന് വളരുന്നതിന് സഹായകമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഹെയർ ഗ്രോത്തിന്റെ കാര്യം. ഇനി കണ്ണ്, വിഷൻ നന്നാവും, നല്ല ഷാർപ്പായി വിഷൻ ആവുന്ന അതിന് വേണ്ടതായ ഘടകങ്ങൾ ഇതിലുണ്ട്. വൈറ്റമിൻ എയും ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണിന്റെ തിളക്കം, ആ ഷാർപ്നെസ്, കാഴ്ചശക്തി കൂടുക, അതുപോലെ കാറ്ററാക്ട് നിയന്ത്രിക്കുന്നതിന്, അതുപോലെ മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ലേ, അത് നിയന്ത്രിക്കുന്നതിന് ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷൻ, കണ്ണിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുടി പറഞ്ഞു, ഹെയർ ഗ്രോത്തിന്റെ കണ്ണിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ദന്തം, ബോൺ ഹെൽത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഓറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. വായ്നാറ്റം ഉണ്ടാവുക, പല്ലുവേദന ഉണ്ടാവുക, പല്ലുകൾക്ക് ഡീക്കെയിങ്, ദ്രവിക്കുക, അല്ലെങ്കിൽ പല്ലിലുണ്ടാകുന്ന മഞ്ഞ കോട്ടിങ്, ആ പ്ലേക്സ് അടിഞ്ഞു കൂടുന്നത് നിയന്ത്രിക്കുക, ഇതിനൊക്കെ സഹായിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ വായ്നാറ്റം, ബാഡ് ബ്രത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അത് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും.
പല്ലിലുണ്ടാകുന്ന പുഴുക്കേടുകൾ, കറുത്ത പോടുകൾ ഉണ്ടാകുന്നു, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇതിൽ ഈ പൊട്ടാസ്യം ഫോസ്ഫറസും കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ അത് മാത്രമല്ല ആയുർവേദ സിദ്ധാന്തം അനുസരിച്ചും ശരിയാണ്. അതായത് അസ്ഥിധാതുവിന്റെ ഉപധാതുക്കളാണ് ഈ പല്ലും നഖവും മുടിയും. അപ്പോൾ അതും ശരിയായില്ലേ, തീരുമാനമായില്ലേ? ഓക്കെ. അപ്പോൾ ബോൺ ഹെൽത്തിന് നല്ലതാണ്, ഓറൽ ഹെൽത്തിന് നല്ലതാണ്, ഹെയർ ഗ്രോത്തിന്, വിഷൻ നന്നാവുന്നതിന്, സ്കിന്നിന് നല്ലതാണ്. ഈ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മളെ ശരീരത്തിനെ രക്ഷിക്കുക, ത്വക്കിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ 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 നല്ല ഒരു റിസൾട്ടാണ്. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് ഈ റിംഗ്ലിംഗ്, ചുളിവ് വരുന്നതിന് പ്രത്യേകിച്ച് കാരണമാവുന്നത്. അപ്പൊ അതിനെ തടയുന്നതിന്, നിറവ്യത്യാസം വരുന്നതിന്, ആ സോഫ്റ്റ്നെസ്, ആ ഷൈനിങ് ഗ്ലോ സ്കിന്നിന്റെ ഔട്ടർ ലെയറിൽ പോകുന്നത് ഈ യു വി റേസ് പതിക്കുന്നുണ്ടാ. അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഈ അതിന് വേണ്ടതായ ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സ്കിന്ന് പറഞ്ഞു, പല്ല് പറഞ്ഞു, പിന്നെ മുടിവേരുകളുടെ ഉപയോഗം പറഞ്ഞു, മനസ്സിലായില്ലേ? മുടി ഇടതുറന്ന് വളരുന്നതിന് സഹായിക്കുന്നു. വിഷൻ, കാഴ്ചശക്തി പറഞ്ഞു. ഇനിയുണ്ടിട്ട ഗുണങ്ങൾ ഒട്ടനവധി, ഒന്നൊന്നായിട്ട് പറയാം. അതായത് സീറം കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അതെന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ? അതായത് ഇതിൽ ഫൈബർ റിച്ച് ആണ്, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നില്ല. പിന്നെ അതുപോലെ ഷുഗർ കുറയും, ഷുഗർ വല്ലാണ്ട് കൂടില്ല. ഹൈ ഷുഗർ ഉള്ളവർ ഭയങ്കര ഭയങ്കര ഇൻസുലിനൊക്കെ എടുക്കുന്ന 1000-400 ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി സ്വീറ്റ് ടേസ്റ്റ് ഇതിലില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കൂടിയേക്കാം. പക്ഷെ എന്നാലും പൊതുവെ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ധൈര്യമായിട്ട് കഴിച്ചോ നിങ്ങൾ. വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിൽ നിയന്ത്രിച്ചാൽ മതി മാത്രം. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. ഷുഗറിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം, അതുപോലെ ഫോസ്ഫറസ്, പിന്നെ ഈ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടേ അത് കുറയാൻ സഹായിക്കും. കലോറി വാല്യൂ വളരെ കുറവാണ്, കലോറി വളരെ കുറവാണ്, ലോ കലോറിയാണ്, ഫൈബർ ധാരാളം ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇത് സാധിക്കുന്നത്. അപ്പൊ ഷുഗറിനെ നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. പിന്നെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അതൊക്കെ ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ആ സർക്കുലേഷൻ കറക്റ്റ് ആവും, ബ്ലഡ് വെസൽസിനൊക്കെ സ്ട്രെങ്തനിങ്, ബലം കിട്ടുന്നതിന് സഹായിക്കും. ഹൃദയത്തിന്റെ ആ മാംസപേശികളുടെ പ്രവർത്തനം, ആ കൺട്രാക്ഷനും ആ ചുരുങ്ങുന്നതിനും വികസിക്കുന്നതിനുള്ള കഴിവ്, അത് നന്നായിട്ട് നടക്കും. അപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യം ശരി, അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റായി. ഇനി ലിവറിൽ ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞുകൂടി അത് ഫിൽട്ടർ ചെയ്യാന്നുള്ളതാണ് ലിവറിന്റെ ധർമ്മം. അപ്പൊ അതിൽ നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ വരുന്നത് റിമൂവ് ചെയ്യാനായിട്ട്, ആ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നതിന്, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിന് ഒരുപാട് കഴിവുണ്ട് ഇതിന്. എന്തുകൊണ്ടാണെന്നറിയോ? ധാരാളം ആന്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് എവിടെയുണ്ടോ അവിടെ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവറിന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കും. അതുപോലെ ഒരു മഞ്ഞപ്പിത്തം വന്ന് മാറിയവര്, എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ലിവറിനെ ബാധിച്ചവര്, അതൊക്കെ തടയുന്നതിന് സഹായിക്കും. അപ്പൊ ഭയങ്കര ആന്റി ബാക്ടീരിയലാണ്, ആന്റി വൈറലാണ്. അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനെ സഹായിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യുന്നു, ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. എല്ലാതരം ക്യാൻസറസ് കണ്ടീഷൻ, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസറിന് പ്രത്യേകിച്ചും എന്ന് വെച്ചാൽ ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, ഫൈബർ, ഫോസ്ഫറസ്, മിനറൽസ്, ഇത്തരം സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ കോളൻ ക്യാൻസറിന് വളരെയധികം ഈ ഫൈബർ റിച്ച് ആയതുകൊണ്ടേ ആ കോളനൊക്കെ നമ്മുടെ ചെറുകുടലിനെയും വൻകുടലിനെയും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന്, അതിലുള്ള ബ്ലോക്കേജുകൾ, ആ കണ്ടാമിനേറ്റഡ്, ആ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന്, ആ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാരറ്റ് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇനി പറയുകയാണെങ്കിൽ ഈ ലേഡീസിനുള്ള പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ക്രാംസ്, ആ പെയിനില്ലേ, അത് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതിന് വേണ്ടതായ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് മെനപ്പോസൽ സിൻഡ്രോം, അതായത് ഈ ഹോട്ട് ഫ്ലാഷസ്, മൂഡ് സ്വിങ്ങിങ്. ഇതൊക്കെ ലേഡീസിന് ആ ഒരു ഏജ് ഗ്രൂപ്പിനെ ഉണ്ടാകുന്ന എഫക്ട് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. മെനപ്പോസൽ സിൻഡ്രോം എന്ന് വിളിക്കും. അതിനെ തടയുന്നതിനും ഇത് സഹായിക്കും. മനസ്സിലായോ? നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട്, എന്തൂസിയാസമുള്ള, ഉണർവും ഉന്മേഷത്തോടു കൂടി എപ്പോഴും ഒരു ബാലൻസ്ഡ് ലൈഫ് നയിക്കുന്നതിന്, അതുപോലെ ആ സ്കിന്നിലുണ്ടാകുന്ന ആ ഹോട്ട് ഫ്ലാഷസ്, പുറമേക്ക് ഉണ്ടാകുന്ന ആ വേർപ്പും ചൂടും ആ പുകച്ചിലും ഒക്കെ നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കും. അപ്പൊ നിത്യേന ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആന്റി ഏജിങ് എന്ന് വിളിക്കാം. ത്വക്കിന്, കണ്ണിന്, പല്ലിന്, മുടിവേരുകൾക്ക് ഒക്കെ നല്ലതാണ്. ഒപ്പം നമ്മുടെ ആമാശയത്തിന്, ക്യാൻസറസ് കണ്ടീഷൻ എന്നുള്ള റിസ്ക് കുറയ്ക്കുന്നതിന്, ക്യാൻസർ വന്ന ഒരാളെ മാറ്റിയെടുക്കും എന്ന് പറയുന്നില്ല, അതല്ല പറയുന്നത്. ആ ക്യാൻസർ വരാനുള്ള സാധ്യത, ആ റിസ്കിനെ തടയുന്നതിന്, കുറയ്ക്കാൻ സഹായിക്കും. ഷുഗർ, കൊളസ്ട്രോള്, ലിവർ, ഹാർട്ട്, ഇതിനൊക്കെ നല്ലതാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എല്ലാം നന്നായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിത്യേനെ നമുക്ക് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചുകൊണ്ട് എന്താ കുഴപ്പം? അതിനുള്ള ഒരു റെസിപ്പി പറയാം നിനക്ക്. അതുകൂടാതെ വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കഴിച്ചിരിക്കണം. നിങ്ങൾക്ക് വിശപ്പ് ഇല്ലാതിരിക്കാൻ രാവിലെ തന്നെ ഒരു മഗ് ജ്യൂസ് അങ്ങോട്ട് കടിച്ചാൽ അത് മതി.
മനസ്സിലായോ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഈ വെയിറ്റ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് തൊലി ഇങ്ങനെ ചുളിഞ്ഞു വരും ഇല്ലേ? ആ ഷ്രിങ്കിങ് അത് ഉണ്ടാവില്ല ഈ ജ്യൂസ്, ഈ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ, പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഹെൽത്തിന് വേണ്ടതായ സംഗതികളൊക്കെ ഇതിൽ അടങ്ങിയിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് പ്രത്യേകിച്ച് വെയിറ്റ് റിഡക്ഷൻ സമയത്താണ് നിങ്ങൾക്ക് ആ തൊലിയൊക്കെ ചുളുങ്ങി വരും, വറ്റി വരണ്ട് ഉണങ്ങി ചുളിഞ്ഞ് കാണാറുണ്ട് പലരും. കണ്ണൊക്കെ കുഴിഞ്ഞ് വെയിറ്റ് റിഡക്ഷൻ ഫുഡ് കഴിക്കാതെ കിടന്നിട്ടേ. അപ്പൊ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല, നല്ല എനർജി ഉണ്ടാവും ചെയ്യും, വെയിറ്റ് കുറയും ചെയ്യും. എന്തുകൊണ്ടാണ്? ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വിശപ്പ് കുറയും. ഇതിൽ കലോറി വാല്യൂ വളരെ കുറവാണ്. മനസ്സിലായോ? അപ്പൊ എന്നീ കാരണങ്ങളാൽ വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ക്യാരറ്റ് ധാരാളം കഴിക്കാം. ഈ ക്യാരറ്റ് അടിച്ച് നിങ്ങൾക്ക് ജ്യൂസ് കഴിക്കാനുള്ള ഒരു ഫോർമുല പറയാട്ടോ, ഒരു റെസിപ്പി പറയാം, ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട്. മെനോപോസൽ സിൻഡ്രോം, ഇനി നിങ്ങൾക്ക് ബ്രെയിൻ ഹെൽത്ത്, ബ്രെയിനിന്റെ പവർ കൂട്ടുന്നതിന്, നെർവസ് സിസ്റ്റം, അതിന്റെ ഹെൽത്ത്, നെർവസ് സിസ്റ്റം വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ആ സെൻസേഷനൊക്കെ, ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ നെർവ് എൻഡിങ്സിലൊക്കെ തൊട്ടാൽ അറിയായ നംനെസ്, തരിപ്പ്, മരവിപ്പ് ഇത് അനുഭവപ്പെടില്ലേ? അതൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. എന്തുകൊണ്ടാണ്? ഈ പൊട്ടാസ്യം ഫോസ്ഫറസ് ഇതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഗുണങ്ങളുണ്ട്. ആ നെർവസ് സിസ്റ്റത്തിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് സഹായിക്കും, അതിന് സാധിക്കും. പിന്നെ ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഗുണങ്ങളല്ലേ, ഇത്രയും ഗുണമുള്ള സംഗതി അത് ക്യാരറ്റ് എന്ന് നിങ്ങൾക്ക് അറിയുമായിരുന്നോ? അപ്പൊ അതുകൊണ്ട് ക്യാരറ്റ് എല്ലാവർക്കും കഴിക്കാം, വളരെ സേഫാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത്തരം ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അമൂല്യ ഔഷധമാണ് ഇത്. അപ്പൊ ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കാം. അപ്പൊ ഇത് ജ്യൂസ് അടിക്കുക, ഇത് കഴിക്കാൻ ചിലർക്ക് മടിയാ, ചിലർക്ക് എന്താ കാര്യം എന്നറിയോ? ഈ മൺവാസന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമ പേരാണ് കേട്ടോ മൺവാസന. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ആ മണത്തിന്റെ, ആ മണ്ണിന്റെ സ്മെല്ല്, ഒരു ടേസ്റ്റ് ഇതിന് വരും. അത് ചിലർക്ക് ഇഷ്ടമല്ല, അപൂർവം. അപ്പൊ അവർക്ക് അതില്ലാതെ ജ്യൂസ് അടിക്കാൻ വേണ്ട റെസിപ്പി ഇന്ന പിടിച്ചോ. അതായത് നിങ്ങൾ ഇത് എടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി വെള്ളം കൂട്ടി അടിക്കണം. അതായത് ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക, ചെറുതായിട്ട്, എന്നാലും മിക്സിയിൽ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ മുഴുവൻ അരിഞ്ഞ് കിട്ടില്ല. അപ്പൊ ഇത് കഷ്ണാക്കി എടുത്തത് എത്ര എടുക്കണോ അതിന് തുല്യ അളവിൽ, ഇത് പിന്നെ ഒരു കപ്പിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞെടുക്കണമെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക, അതിന് തുല്യ അളവിൽ വെള്ളം എടുക്കുക. ഓക്കെ, അപ്പൊ 2 ആയിട്ടായി. വെള്ളം വേണം, ക്യാരറ്റ് വേണം, തുല്യ അളവിൽ ഒരേ പാത്രത്തിൽ അളന്നെടുക്കുക. വെയിറ്റ് അല്ല ഉദ്ദേശിച്ച കേട്ടോ, അളവ്. 2 കപ്പ് വെള്ളം, 2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി ഇതിലേക്ക് വേണ്ട 2 ഐറ്റം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? അതാണ് ഈ മൺവാസന ഇല്ലാതാക്കുന്ന സാധനം. ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ തള്ളവിരലിന്റെ വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി. അതേപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, അത് പിഴിഞ്ഞ നീര്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു തള്ളവിരലിന്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും ഇതിന്റെ കൂടെ ചേർത്തടിക്കുക. അപ്പൊ എന്തൊക്കെ ഗുണം അറിയും? ഈ ടേസ്റ്റ് ഇല്ലാണ്ടാവലും മാത്രമല്ല, നന്നായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കും. പിന്നെ വൈറ്റമിൻ സിയുടെ കലോറിയാണ് ചെറുനാരങ്ങ എന്നറിയാലോ. അതിന് പിന്നെ അമ്ലരസ, ആയുർവേദ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ ദഹനം ശരിയാക്കും, ശരീരത്തെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രോസസ്സ് നന്നായിട്ട് നടക്കും. അതിനാണ് നമ്മൾ ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇച്ചിരി മിന്റ് ഇലയും കൂടെ ചേർക്കാൻ നിങ്ങൾക്ക്, പുതിനയില ഒരു 2. ചിലർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാൻ. അപ്പൊ ഈ 4 ഐറ്റം കൊണ്ടു ജ്യൂസ് അടിച്ചോ, നന്നായിട്ട് അടിച്ചോ, അരിച്ചെടുത്തിട്ടേ ആ ചണ്ടി നിങ്ങൾക്ക് ഫേഷ്യലായിട്ട് എടുക്കാം. മുഖത്തൊരു സ്ക്രബായിട്ട് ഉപയോഗിച്ചിട്ട് അത് കളയണ്ടെന്നർത്ഥം, വേസ്റ്റ് ആക്കണ്ട കേട്ടോ. ആ അരിച്ചെടുത്തിട്ടുള്ള ചണ്ടി ഫേഷ്യലായിട്ട്, അതുകൊണ്ട് സ്ക്രബ് പോലെ ഉപയോഗിക്കുക. ഈ ജ്യൂസ് നിത്യേന രാവിലെ കുടിക്കുക. 1 ഗ്ലാസ് ഒന്നും ആക്കണ്ട, ഒരു മഗ്, ഒരു 2 ഗ്ലാസ് അങ്ങോട്ട് കഴിച്ചു രാവിലെ, ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റാ. നിങ്ങളൊരു 7 ഡേയ്സ് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം ഫീൽ ചെയ്ത് തുടങ്ങും. നല്ല മോഷൻ ഉണ്ടാവും, വെയിറ്റ് ക്രമപ്പെടുത്താൻ സഹായിക്കും. ഇനിയിപ്പോൾ വെയിറ്റ് കുറവാന്ന് വെച്ചിട്ട് ഇത് കഴിച്ചാൽ വെയിറ്റ് അങ്ങോട്ട് ഇല്ലാണ്ടാവുമൊന്നുമില്ല. വെയിറ്റ് അമിതമാരുള്ളവർക്ക് വെയിറ്റ് കുറയുന്നതിന്, ആ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിന് സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വെയിറ്റ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഷുഗർ, കൊളസ്ട്രോള്, കോളൻ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ തടയുന്നതിന്, ബ്രസ്റ്റ് ക്യാൻസറിനെ തടയുന്നതിന് ഒക്കെ എന്തൊക്കെ ഗുണങ്ങളല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് 1-2 ആവർത്തി കേട്ട് അപ്പൊ ഇത് മനസ്സിൽ പതിയും. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങളൂടെ പറയാണ്ട്, ചിലർക്ക് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടില്ല 1-2 കാര്യങ്ങൾ. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അതായത് ഇപ്പൊ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോൾ ആ തുറസായ കാറ്റൊക്കെ കൊണ്ട് ആ പോകുന്ന ഒരു സുഖം നമ്മൾ കാറിൽ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് AC ഒക്കെ ഇട്ട് അടച്ച് യൂബർ ടാക്സിയിൽ പോകുമ്പോൾ കിട്ടില്ല. അതേപോലെ ഓട്ടോറിക്ഷയുടെ ചെലവും ടാക്സിയുടെ ചെലവും വ്യത്യസ്തമായിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ പല്ല് തേക്കാൻ തേക്കുക, ഉമിക്കരി കൊണ്ട് തേക്കുന്ന ഗുണം പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുമ്പോൾ കിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് അതിന്റെ ചെലവും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഇനി അതൊക്കെ പോട്ടെ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ നോക്കി, ടൂത്ത് പേസ്റ്റും ബ്രഷും വാങ്ങിച്ചു, അത് ഉപയോഗിച്ചു, ആ പേസ്റ്റ് കഴിയുന്നു.
അപ്പൊ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് വീണ്ടും ചിരിച്ചിട്ട് ചേട്ടന്റെ പേസ്റ്റിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിച്ചാൽ ഫ്രീ ആയിട്ട് പേസ്റ്റ് തരില്ല, ഇല്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഡോക്ടർമാരുടെ ഫീസിന്റെ കാര്യം നോക്കാം. അപ്പോൾ അത് പിന്നെ 6 മാസമുള്ള ഡോക്ടർക്കുള്ള ഫീസ്, 2 വർഷത്തിനുള്ള സർവീസുള്ള ഡോക്ടറുടെ ഫീസ്, 5 വർഷം സർവീസുള്ള ഡോക്ടർ ഫീസൊക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെയും കാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. അപ്പോൾ 10-25 വർഷമുള്ള ഡോക്ടർ ഒരു ടെസ്റ്റുകളും ചെയ്യിക്കാതെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഫീസ് കുറച്ച് കൂടുതലായിരിക്കില്ലേ, ആവില്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ ഒരു പരസ്യത്തിലെ, ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടും. അത്രയും കണ്ടാൽ മതി, അത്രേ ഉള്ളത് കേട്ടോ. കുറെ പേര് വിചാരിക്കും എന്തിനാ പുതിയ ഡോക്ടർ ഈ കാരറ്റിന്റെ ഇടയിൽ ഒരു കൂട്ടുകച്ചവടം. അത് കുറച്ച് പേർക്ക്, ഒരു 3-4 പേർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ, നിങ്ങളത് ചിന്തിച്ച് പുണ്ണാക്കും വേണ്ട. ഓക്കെ, അപ്പൊ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.